ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ കാര്യം ഇതുകൊണ്ടാവും ജ്യോതി വരുന്നില്ലെന്ന് പറഞ്ഞത് അല്ലേ അമ്മേ? പോണം. അത് പിന്നെ നിത്യേച്ചി ഞാൻ ഫോൺ വിളിച്ച് കാര്യം പറഞ്ഞോളാം. എന്റെ യാത്രയുടെ കാര്യം പറയാം. താൻ എന്തായാലും അവിടെ പോണം. ചെല്ലാതിരിക്കരുത്. അത് മോശോ. വാ. അച്ഛാ. ആ, നിങ്ങൾ ഇറങ്ങിയോ? ആ അമ്മേ. ആ എത്ര ദിവസം കഴിഞ്ഞിട്ടാ നിന്റെ മടക്കം? 2-3 ദിവസമാവും അമ്മേ. പണ്ടത്തെ പോലെ അല്ല, ഇപ്പൊ ഇവിടെ കാത്തിരിക്കാൻ ആളുണ്ട്, അത് ഓർമ്മ വേണം. ശരി ശരി. അല്ല, ആദ്യോടെ മാഡം, ബാഗ് എടുത്തു. എടോ, ഞാനൊരു ദൂരയാത്ര പോവാ. 1-2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരൂ. ഞാനില്ലാത്തപ്പോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളണം. എന്ന് പറഞ്ഞാ അപ്പൂപ്പനെ അമ്മൂമ്മയെ നോക്കണം. അമ്മയെ നോക്കണം. കുടുംബത്തിന്റെ മൊത്തം കാര്യങ്ങളും. കേട്ടല്ലോ? കളിച്ചു. എന്നാ ശരി അമ്മേ, പോയിട്ട് വരാം. ശരിയടോ. ആദി, ബൈ. ബൈ. ബലിച്ചടങ്ങിന് നീ വീട്ടിൽ പോകുന്നുണ്ടോ മോളെ? പോകേണ്ടതല്ലേ, സ്വന്തം വീടല്ലേ. നിത്യാമ്മനടുത്തോട്ട് ഞാനും വന്നോട്ടെ? എനിക്ക് നിത്യാമ്മയെ കാണാൻ കൊതിയാവുക. നമുക്ക് പോവാം. മോൻ ഇവിടെ നിന്ന് കളിച്ചോ. സ്വന്തം വീട്ടിൽ നടക്കുന്നൊരു ചടങ്ങിന് നീ പങ്കെടുക്കണ്ടെന്ന് ഞാൻ പറയില്ല. പക്ഷേ ആദ്യ കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല. അതല്ലടോ, മോൻ നിർബന്ധം പിടിക്കുന്ന കണ്ടില്ലേ. ജ്യോതി മാത്രം പോയാല്. ജ്യോതി മാത്രം പോയാലെന്താ, അവിടെ എത്തില്ലേ? ഇവിടെ കിടന്ന് നിർബന്ധം പിടിക്കുന്ന കുട്ടി അവിടെ ചെന്നാ ഞാൻ നിത്യാമ്മയെ വിട്ട് പോരില്ലെന്ന് പറഞ്ഞ എന്ത് ചെയ്യും? പാതിരാത്രിയിൽ കുഞ്ഞിനെ കട്ടെടുത്തോണ്ട് വരാൻ നിങ്ങൾ പോവോ? എന്നും അങ്ങനെ ആയിരിക്കണം നിർബന്ധമുണ്ടോ? എന്നും അങ്ങനെ ആയിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. എന്തൊക്കെ പറഞ്ഞാലും കുഞ്ഞിനെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. അമ്മേ, ഞാൻ എങ്ങും പോകുന്നില്ല അമ്മേ. കഷ്ടമായി പോയി. ആ കുട്ടിയുടെ മനസ്സ് വല്ലാണ്ട് വേദനിച്ചിട്ടുണ്ടാവും. അല്ലാതെ സ്വന്തം വീട്ടിലൊരു കാര്യം മുടക്കണ്ടല്ലോ. അതെ, എനിക്കിപ്പോ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും
ഒന്നിച്ച് അന്വേഷിച്ചോണ്ട് പോവാൻ പറ്റില്ല. ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതേ കുടുംബത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടിയാ. ജ്യോതിമോള് പോകുന്നില്ലെങ്കിൽ പോണ്ട. അല്ലെങ്കിൽ തന്നെ ഈ വർക്കലയിലും തിരുവല്ലത്തും എത്ര ബലിച്ചടങ്ങുകൾ നടക്കുന്നു. ഇതിനെന്താ ഇത്ര പ്രത്യേകത? അല്ല പിന്നെ എന്തു പറഞ്ഞു മനസ്സിലാക്കാൻ? അല്ല, ഇത്രയും കാലം കൊണ്ട് നടക്കാത്ത കാര്യം ഇനിയുണ്ടോ നടക്കാൻ പോകുന്നു? എന്റെ കാര്യമായതുകൊണ്ടാവും ജ്യോതി വരുന്നില്ലെന്ന് പറഞ്ഞത്, അല്ലേ അമ്മേ? മനു സ്ഥലത്തില്ലല്ലോ മോളെ. മനുവിന്റെ അമ്മയുടെ കാര്യങ്ങളൊക്കെ ജ്യോതി പറഞ്ഞ് നമുക്കറിയാലോ. എന്നമ്മ ഇത് എല്ലാവരും വരണമെന്ന് നമ്മ ആശിച്ചു. ജ്യോതി വരണില്ല, അത് പോട്ടമ്മ. ബാക്കി എല്ലാരും വരണില്ല. അമ്മ എവ്വളவு பிஸியான கர்மி. ஹரிசாரு நானும் போயப்போ பூஜை நாளைக்கு பண்ணலாம்னு சொல்லியாச்சு. அது அப்படி. அது உங்களோட அப்பாவோட ஆத்மாவோட புண்ணியம். അല്ല, എന്നിട്ട് ഹരി എവിടെ ശരവണ? എന്നോട് ഇങ്ങ വന്ന് എല്ലാം சொல்லணும்னு சொல்லிட்டு அவர் மார்க்கெட்லேக்கு போயாச்சு மேடம். அந்த கர்மி என்னதோ குறிச்சு கொடுத்தாச்சு. ശരവണ, ശരവണ, ശരവണ. അമ്മ ഹരി സാർ എല്ലാം കിടച്ചാ കൊടുക്ക. എല്ലാം വാങ്ങിയിട്ടുണ്ട് നിത്യ. പക്ഷേ ലിസ്റ്റ് വെച്ച് എല്ലാം ഒന്ന് ഒത്തു നോക്കണം. സാധാരണ പൂജ പോലെയല്ല ഇതിന്റെ കാര്യം. നമ്മൾ ഓടിച്ചെന്നാ കിട്ടണമെന്നില്ല. ഞാൻ നോക്കിക്കോളാം. ആന്റി, നാളെ വെളുപ്പിനെ തന്നെ ഞാൻ പോയി കർമ്മിയെ കൂട്ടിക്കൊണ്ടുവരാം. പിന്നെ ഇവിടെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരുക്കങ്ങൾ വേണമെന്ന് ചോദിച്ചപ്പോ വേണ്ടെന്നാ പറഞ്ഞത്. കുറച്ച് പശുവിന്റെ ചാണകം എടുക്കണം. നമ്മുടെ ദേവദത്തൻ സാറില്ലേ, അവിടെ പശുവുണ്ട്. അത് ഞാൻ പോയി എടുത്തോളാം. അയ്യോ, അത് വേണ്ട ഹരി. അതൊക്കെ ഞാൻ പോയി എടുത്തോണ്ട് വന്നോളാം. അതിനെന്താടോ, താൻ ഒരു കാര്യത്തിലും ഓടി ബുദ്ധിമുട്ടണ്ട.